ഈ മനോരമയുടെ മറ്റു സർവേയിലും ഒക്കെ ഞാൻ കണ്ട ഒരു കാര്യം, അത് എന്താന്ന് ചോദിച്ചാല്, കേന്ദ്ര ഗവൺമെന്റ് നല്ലതാണോ ഒരു ചോദ്യം. അതിൽ കേന്ദ്ര ഗവൺമെന്റ് നല്ലതാണെന്ന് പറയുന്നത് 10% ഉള്ളൂ. അതുപോലെ വികസനം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം നടന്നോ, അതും 10% ഉള്ളൂ. എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും 10% മാത്രമാണ് ഇവരെ പാരാമീറ്റർ, ഓരോ പാരാമീറ്റർ ഈ സർവേക്കാർ എടുക്കുന്നതിൽ കിട്ടുന്നതിൽ 10% കൊടുക്കുന്നുള്ളൂ. പക്ഷേ വോട്ട് എവിടെ വേണേ ചെയ്തോട്ടെ, ഒരു പെൻഷൻ എവിടെ വേണേ വോട്ട് ചെയ്തോട്ടെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ സത്യത്തെ അംഗീകരിക്കാനുള്ള മലയാളിയുടെ വിമുഖതയാണോ അതെയോ ഈ സർവേക്കാർ മാനിപ്പുലേറ്റ് ചെയ്തതാണോ ഉള്ളതിൽ ഒരു വലിയ സന്ദേഹമുണ്ട്. കാരണം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പൊ BJP ജയിക്കാത്ത സ്റ്റേറ്റുകളിലോ അല്ലെ UPA ഭരിക്കുന്ന സ്റ്റേറ്റുകളിലോ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനത്തെ പറ്റി ചോദിച്ചാൽ ആൾക്കാർ വികസനം നല്ലതാണ്, 10 വർഷം വികസനം ഉണ്ടായി, നിങ്ങൾ എവിടെയാ വോട്ട് ചെയ്യുന്നത്, അത് എനിക്ക് എന്റേതായിട്ടുള്ള പ്രൈവറ്റ് കക്ഷിയുണ്ട്, ഞാൻ BJPക്ക് അല്ല വേറൊരു കക്ഷിക്കാ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊരിക്കലും ഈ രാജ്യത്ത് നടന്ന വികസനത്തെയോ രാജ്യം ഡിഫൻസിലും ഫോറിൻ അഫയേഴ്സിലും ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷനിലും ഇൻഫ്രയിലും എല്ലാം നേടിയ വിവിധ മേഖലകളിൽ ഈ 10 വർഷം നേടിയ പുരോഗതിയെ അംഗീകരിക്കുന്നുണ്ട്. ഈവൻ ഹൗവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പം വല്ല തേർഡ് ഫ്രണ്ട് കക്ഷികൾ, എന്താ KCRന്റെ കക്ഷിയോ ജനതാദളോ DMKയോ അകാലിയോ അവരവരുടേതായ വ്യക്തി താല്പര്യം അനുസരിച്ച് വോട്ട് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും അവരൊരു നുണ പറയുകയോ നിഷേധാത്മകമായിട്ട് ഇന്ത്യ വിരുദ്ധമായിട്ടോ ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കത്തില്ല വേറൊരു സ്റ്റേറ്റില്. കേരളത്തിൽ മാത്രമേ അങ്ങനെയൊരു, അതായത് അടിമ കൊങ്കിയും അന്തം കമ്മിയുമാണ് കേരളത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ബാക്കി പിന്നെ ജിഹാദി ഗ്രൂപ്പുകളാണ്. അപ്പൊ ഇത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അത് ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ കൂടെ മാറ്റാതെ നമ്മൾ സർവേയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ സർവേക്ക് ഇറങ്ങിയാലും ഓൾമോസ്റ്റ് ഇതിന് അടുത്തൊപ്പിച്ചുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അവർ BJPക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറച്ച് കാണിക്കുന്നു എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു വോട്ടിംഗ് ഇല്ലാതെ ഒരു പാരാമീറ്റർ എടുത്തുള്ള സർവേക്ക് ഇറങ്ങിയാലും ഇല്ല. അതിന് കാരണം കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാര് രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നതിന് മുമ്പേ മോഡിയെയും BJPയെയും ഭാരതമാതാവിനെയും ഹിന്ദുത്വത്തെയൊക്കെ പൂരം തെറി പറയുന്നു. അതിനുശേഷമാണ് അവന്റെ ദിനചര്യകൾ തുടങ്ങുന്നത്. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തില് കഴിഞ്ഞ 30 വർഷമായിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയിലേക്കും ദേശീയതയിലേക്കും സനാതനത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ തിരിച്ചു വരണം. അത് വന്നാലേ ആ മാറ്റം പൂർണ്ണമാകത്തുള്ളൂ, ആ റിസൾട്ടും പൂർണ്ണമാകത്തുള്ളൂ. കാരണം ഈ ഇലക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇലക്ഷന് 2ാം സ്ഥാനം ഇല്ല, 1ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. 2ാം സ്ഥാനം 3ാം സ്ഥാനം എന്നുള്ളതൊക്കെ ചുമ്മാ പത്രക്കാർ പറയുന്നതാ. ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു വിന്നറേ ഉള്ളൂ, എത്ര പേരവിടെ മത്സരിച്ചാലും. ആ വിന്നർ എന്ന് പറയുന്ന പോസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ 10ൽ 4 പേര് നമുക്ക് വോട്ട് ചെയ്യണം. ആ മണ്ഡലത്തില് 40% മുകളിൽ വോട്ടുണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ എത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് എല്ലാ മണ്ഡലത്തിലും ആസ് പെർ സർവേ 2ഓ 3ഓ മണ്ഡലത്തിലൊക്കെ 30% അടുത്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ 20ന് മുകളിലുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇവർ കാണിക്കുന്നത് 10ഒക്കെയാ കാണിക്കുന്നത്. അത് നുണയാണ്, അതിൽ കൂടുതൽ നമുക്ക് വോട്ട് അവിടെ ഉണ്ട്. അപ്പം ആ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വോട്ട് അടുത്ത 10 ദിവസം കൊണ്ട് ഇരട്ടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണമായ വിജയം സാധ്യമാകത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അതുകൊണ്ട് സർവേ കണ്ടാരും നിരാശരാകണ്ട, സർവേ കണ്ടാരും സന്തോഷിക്കുകയും വേണ്ട. സർവേ ആയിട്ട് കണ്ടാൽ മതി, അതിനെ റിസൾട്ട് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ മാമാ മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭോഗി ഇതുപോലത്തെ ചാനലുകളെല്ലാം പൈസ വാങ്ങിച്ചിട്ട് തെണ്ടിത്തരം കാണിക്കുന്ന. അപ്പൊ അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ശരിക്കും അവരെ വിട്ട് കളഞ്ഞേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിലും വലിയ പുരോഗതിയാണ് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സീറ്റുകളിലേക്കാണ് ഓരോ ദിവസവും ചെല്ലും തോറും മറ്റ് സ്റ്റേറ്റുകളിൽ ആണ്. ഏകദേശം 10ഓളം ഹിന്ദി സ്റ്റേറ്റിൽ നിന്ന് കോൺഗ്രസ് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്തു. ഗൗരവ് വല്ലഭ് എന്ന് പറയുന്ന ഒരാള് കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നയാളാണ്. അയാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്നലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും റിപ്പബ്ലിക് TVയിൽ അർണാബുമായിട്ട്. അയാളൊരു സാധാരണ കോൺഗ്രസ്സുകാരനാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഈ കോൺഗ്രസിന്റെ ദുഷ്ടത എന്താണ്, കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്നത് എന്താണ്, അവിടുന്ന് എങ്ങനെ ആൾക്കാർ ഇറങ്ങി ഓടുന്നു, അതിൽ ചില ആൾക്കാർ അത് എങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നു, അതെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ നിന്നാൽ തൊലി പോകൂ എന്നുള്ള അവസ്ഥയാണ്. കോൺഗ്രസിന്റെ അകത്ത് നിന്നാൽ തൊലി പോകൂ എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തൊലി പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് വലിയ വലിയ നേതാക്കന്മാരും അവരുടെ മക്കളും ആൾക്കാരും ഒക്കെ ഇങ്ങോട്ട് പോരുന്നത്. അപ്പൊ പ്രകടന പത്രിക വായിച്ചു കഴിഞ്ഞപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഫ്രീ ആയിട്ട് നാട്ടുകാരുടെ തൊലി കളഞ്ഞു തരൂ എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പം
അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ അവിടെ നിന്നാൽ തൊലി പോകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കംപ്ലീറ്റ്, പ്രത്യേകിച്ചും പ്രാക്ടീസിങ് ഹിന്ദുസ്, പ്രാക്ടീസിങ് ആയിട്ടുള്ള സിഖ്സ്, പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ്, അങ്ങനെ അവനവന്റെ സ്വത്വബോധം, അവനവന്റെ ഐഡന്റിറ്റി ഉള്ള എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് പോവുകയാണ്. പക്ഷെ കേരളത്തിൽ മാത്രം കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ പുറത്തോട്ട് വരുന്നില്ല. വരുന്നവര് സൂത്രത്തിൽ AKG സെന്ററിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിലെ വറചട്ടിയിൽ നിന്ന് അടുപ്പിലോട്ടെന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് പോകുന്നതിന്റെ അവസ്ഥ. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ദേശീയതയിലും നമ്മുടെ അസ്തിത്വത്തിലും സ്വത്വബോധത്തിലും ഉറച്ചു നിന്നുകൊണ്ട് BJPയെയും മോഡിജിയെയും സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. ബാക്കി അടുപ്പം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ വോട്ട് കൃത്യമായിട്ട് പോൾ ചെയ്യുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെ നമുക്ക് പിടിക്കാവുന്നത്ര വോട്ട് BJPക്ക് വേണ്ടി പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സർവേ നടത്തട്ടെ, അവന്റെ വയറ്റിപ്പഴപ്പാണ്. അവന് പൈസ കൊടുക്കുന്നു, ജയിക്കുന്നു എന്ന് അവൻ ഇടുന്നു. പക്ഷെ അതിനെ എല്ലാം അതിലംഘിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കണം, 2014 നമുക്ക് 287 സീറ്റ് കിട്ടി. എത്രയായി മീഡിയക്കാർ നമുക്ക് പറഞ്ഞത്? 2019 ഷാനിയൊക്കെ എത്രയാ പറഞ്ഞത്? 350 സീറ്റ് പപ്പുവിന് കിട്ടും. കോട്ടയം മാമൻ മാപ്പിള ഹാളില് ഷാനിയുടെ മുമ്പില് പപ്പു സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രിയാവും എന്നൊക്കെയാ പറഞ്ഞത്. വല്ലോം നടന്നോ? അത്രേ ഉള്ളൂ. സർവേയുടെ വില അത്രേ ഉള്ളൂ. പിന്നെ കേരളത്തിന്റെ അകത്ത് അവർക്ക് കുറച്ച് ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പ് വെച്ചുള്ള ചില മാനിപ്പുലേഷൻസ് ഒക്കെ അവർ കാണിക്കുന്നു. അതിൽ അവര് സംതൃപ്തി അടയുന്നു. അതിന്റെ അപ്പുറത്തോട്ട് ഇപ്പം കോയമ്പത്തൂർ ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ത്യ അലയൻസിന്റെ മീറ്റിംഗ് ഉണ്ട്. കമ്മികളെ വിളിച്ചിട്ടില്ല. കമ്മികൾ ഇവിടെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ പല സ്ഥലത്തും ഇവരെല്ലാം ഒരുമിച്ചാണ്. ഈ കേരളത്തിൽ തമ്മിലടിക്കുന്ന LDFും UDFും ബാക്കി 27 സ്റ്റേറ്റിലും ഒരുമിച്ചാണ്. കമ്മി, കൊങ്കി, ജിഹാദി, തേർഡ് ഫ്രണ്ട്, പ്രൊസ്റ്റിറ്റ്യൂട്ട്, ഈ ടീമുകളെല്ലാം ഒരുമിച്ചാണ്. കേരളത്തിൽ ഇവർ രണ്ടായിട്ട് തിരിഞ്ഞ് അഭ്യാസം കാണിക്കുകയും സർവേ നടത്തുകയും ഇതൊക്കെ ചെയ്യുന്നു. അത് വിട്ടുകളയുക. നമുക്ക് മാക്സിമം വോട്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനും ഈ ഇന്ത്യ അലയൻസിനും വോട്ട് ചെയ്യരുത്? അവരുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് ജനവഞ്ചനയാണ്. നമ്മളെല്ലാരും ടാക്സ് കൊടുക്കുക, വേറെ ചില ആൾക്കാർ എൻജോയ് ചെയ്യും. അങ്ങനെയല്ല. ഇപ്പൊ സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നും പറഞ്ഞ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എല്ലാവർക്കും വികസനം എത്തിച്ചതാണ് BJPയുടെ നേട്ടം. എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ടാക്കിയതാണ് BJPയുടെ നേട്ടം. വലിയ 2047 ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ ആക്കാൻ വേണ്ടിയാണ് ഇന്ത്യ അലയൻസ് ശ്രമിക്കുന്നത്. നമ്മൾ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഗ്ലോബൽ സൂപ്പർ പവർ ആക്കാനാണ്. അതാണ് വ്യത്യാസം. ഇന്ത്യയെ ഗ്ലോബൽ സൂപ്പർ പവർ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിലേക്ക് ഇന്നലെ അയാൾ പറഞ്ഞ അയാളുടെ ഇന്റർവ്യൂ കാണണം, ഈ ഗൗരവ് വല്ലഭിന്റെ. അസ്പയറിംഗ് ആണ്. ഇപ്പോ ആൾക്കാരും കോൺഗ്രസ് ജാതി വെച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഇപ്പൊ എല്ലാ യുവാക്കളും അസ്പയറിംഗ് ആണ്. അവർക്ക് മുന്നേറണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനൊന്നും ആർക്കും നേരമില്ല. മതപരമായ ഫൈറ്റിനോ ജാതിപരമായ ഫൈറ്റിനോ ആർക്കും നേരമില്ല. ആർക്കും അതിൽ താല്പര്യവുമില്ല. രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടോ, രാജ്യം വികസിക്കുന്നുണ്ടോ, അതിൽ കൂടിയേ ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. ജോബ് ഓപ്പർച്യൂണിറ്റിയും പീസ്ഫുൾ ആയിട്ടും സുരക്ഷിതത്വവും കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമായി, യുവജനങ്ങൾക്ക് ബോധ്യമായി. കേരളത്തിലുള്ളവർക്ക് മാത്രം ബോധ്യമായിട്ടില്ല. ഒരു 5-10 വർഷമേലും എടുക്കും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഉടനെയെങ്കിലും കേരളത്തിലുള്ളവർക്ക് ഒരു തലമുറ കടന്നു പോകാതെ കേരളത്തിലുള്ളവർക്ക് ഇത് ബോധ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ നെഗറ്റീവ് വോളികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. LDFിലും UDFിലും ഉള്ളവർക്ക് പോലും അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ആങ്കേഴ്സും ജേർണലുകളുമാണ് കേരളത്തിലെ നെഗറ്റീവ് വോളി പരിപാടികളാണ് കേരളത്തെ പുറകോട്ട് നയിക്കുന്നത്. അവർക്കെതിരെ ജനരോഷം ഉണ്ടായാൽ മാത്രമേ, കേരളത്തിലെ മീഡിയയ്ക്കും മാപ്രകൾക്കും ജാപ്രകൾക്കും എതിരെ ജനരോഷം ഉണ്ടായാൽ മാത്രമേ കേരളം രക്ഷ പ്രാപിക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറിയുടെ ഡിസ്കഷന് പോയ പാവപ്പെട്ട പള്ളിയിലച്ചന്മാരെയൊക്കെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് മീഡിയ ചെയ്തത്. BJPയുടെ വക്താക്കൾ പോയാലും അവരെ അപമാനിക്കുകയും സമയം കൊടുക്കാണ്ടിരിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ മീഡിയ ചെയ്യുന്നത്. ആ നിഷ്പക്ഷ മീഡിയ കേരളത്തിൽ ഇല്ലാണ്ടായി, നിഷ്പക്ഷമായ പോലീസ് കേരളത്തിൽ ഇല്ലാണ്ടായി. അങ്ങനെ കംപ്ലീറ്റ് പാകിസ്ഥാനെയും ചൈനയും സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയും ഗവൺമെന്റും ഒക്കെ കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ അതിനെ മറ്റ് സ്റ്റേറ്റുകളിൽ ഓവർകം ചെയ്ത പോലെ ഇപ്പൊ ബംഗാളിൽ ഓവർകം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നമ്മൾ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. അപ്പൊ കേരളത്തിലും അത് വരും ഒരു ദിവസം. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, പ്രതീക്ഷ വിടാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. 10 ദിവസവും കൂടെ ഉള്ളൂ മാക്സിമം വോട്ട്. അപ്പൊ നമ്മള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളും ഒക്കെ ഇടും. അതൊക്കെ മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക.
അതാണ് നമ്മുടെ കടമ. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജയ് ബി ജെ പി.